യേശുവിൽ സ്നേഹമുള്ളവരെ, ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ ധ്യാന വിഷയമായിട്ട് എടുക്കുക. ഇങ്ങനെയാണ് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുക: നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച നിങ്ങളുടെ നേതാക്കന്മാരെ ഓർക്കുവിൻ. അവരുടെ ജീവിതചര്യയുടെ ഫലം കണക്കിലെടുത്ത് അവരുടെ വിശ്വാസം അനുകരിക്കുവിൻ. നല്ലൊരു വചനമല്ലേ? അവരുടെ വിശ്വാസം കണക്കിലെടുത്ത്, അവരുടെ ജീവിതചര്യയുടെ ഫലം കണക്കിലെടുത്ത് അവരുടെ വിശ്വാസം അനുകരിക്കുവിൻ. നല്ല ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ വചനം ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുവെങ്കിൽ 12-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന നല്ലൊരു നേതാവിനെ, മോശ എന്ന നേതാവിനെ. ഈ മോശയുടെ വിശ്വാസം നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്. മോശ എങ്ങനെയാണ് ദൈവസന്നിധിയിൽ വലിയൊരു നേതാവായതെന്നും മോശ എങ്ങനെയാണ് വിശ്വാസത്തിൽ അനേകർക്ക് മാതൃകയായി തീർന്നതെന്നും നമുക്ക് വളരെ വ്യക്തമാണ്. ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ തന്നെ 12-ാമത്തെ അധ്യായത്തിൽ 23 മുതലുള്ള വചനഭാഗത്ത് മോശയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമ്മൾ കാണുന്നു. വിശ്വാസത്തിന് വേണ്ടിയിട്ട് നിലകൊണ്ടിട്ടുള്ള നേതാക്കന്മാരെ അനുകരിക്കാൻ നമുക്കെന്നും ഇഷ്ടമാണ്. അവരെക്കുറിച്ച് കേൾക്കാനും അവരെ പഠിക്കാനും അവരെ അനുകരിക്കാനും നമുക്കൊക്കെ വലിയ ഇഷ്ടമാണ് താനും. പ്രവൃത്തിപഥത്തിൽ പലപ്പോഴും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒരു ആഗ്രഹമൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷേ നമ്മളൊന്ന് പരിശ്രമിച്ചാൽ ഈ നേതാക്കന്മാരിൽ ഉണ്ടായിരുന്ന അഭിഷേകവും കൃപയൊക്കെ കർത്താവ് നമുക്കും പ്രദാനം ചെയ്യും. ഒരു സംശയവും വേണ്ട ആ കാര്യത്തിൽ. എങ്ങനെയാണ് ഈ മോശ ഇനി കർത്താവിൻ്റെ കയ്യിൽ നിന്ന് ഈ വിശ്വാസത്തിൽ മറ്റുള്ളവർക്ക് മാതൃകയാകാൻ തക്കവിധമുള്ള അഭിഷേകം സ്വന്തമാക്കിയത്? അതിനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വിചിന്തനം നടത്തുക. മോശയുടെ പ്രത്യേകതകൾ അറിയാവുന്നതാണ്, എങ്കിലും നമ്മളൊന്ന് ചിന്തിക്കാൻ പോവാൻ. മോശ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. 10 കൽപ്പനകളൊക്കെ ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി കർത്താവ് 10 കൽപ്പനകളൊക്കെ കൊടുത്തത് ഈ മോശയ്ക്കാണ്. മോശയെ കർത്താവ് അങ്ങ് തിരഞ്ഞെടുക്കുകയാണ്. കുറവുകളൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും കർത്താവിന് വിഷയമല്ല. കർത്താവ് മോശയെ അങ്ങ് തിരഞ്ഞെടുത്തിട്ട് സ്വന്തം പോലെ കൊണ്ട് നടക്കുകയാണ്. എന്തൊരു കൂട്ടായിരുന്നു എന്നറിയോ? കർത്താവ് മോശയും ഭയങ്കര സ്നേഹമായിരുന്നു. അവർ വല്ലാത്ത ഐക്യത്തിലായിരുന്നു. എന്ത് കാര്യത്തിനും മോശ കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലും. കൊച്ചു കാര്യത്തിനാണെങ്കിൽ പോലും വിശക്കുന്നുണ്ട്, ദാഹിക്കുന്നുണ്ട്, ചെന്നിട്ടില്ലേ മോശ കർത്താവിൻ്റെ അടുത്തേക്കാണ് ചെല്ലുക, മനുഷ്യരുടെ അടുത്തേക്കല്ല. കർത്താവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയും, ദേ കർത്താവ് വിശന്നിട്ട് മേല, അപ്പോൾ ഉടനെ മന്ന കൊടുക്കും. ദേ കർത്താവ് ദാഹിച്ചിട്ട് മേല, എല്ലാവരും കൂടെ പിറുപിറുക്കുന്നു, കരയുന്നു, ദാഹം കൊണ്ടാണ് കരയണത്, ഉടനെ കർത്താവ് വെള്ളം കൊടുക്കും. അങ്ങനെയായിരുന്നു നമ്മുടെ മോശയ്ക്ക് കർത്താവുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു. മോശ ചില പ്രത്യേകതകൾ, മോശയുടെ ജീവിതത്തിൽ ഒരു നേതാവ് ആകാൻ പറ്റുന്ന വിധത്തിലുള്ള തീരുമാനങ്ങൾ മോശ എടുത്തിട്ടുണ്ട്. ആ തീരുമാനങ്ങൾ നമ്മളൊന്ന് കാണാൻ പോവാൻ. ഹെബ്രായർക്കുള്ള ലേഖനം 11-ാമത്തെ അധ്യായത്തിൽ 25-ാമത്തെ വചനം നമ്മൾ കാണുകയാണ്. ഇങ്ങനെയാണ് അവിടെ എഴുതിയിട്ടുള്ളത്: പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരുന്നതിനാണ് അവൻ ഇഷ്ടപ്പെട്ടത്. നമുക്കറിയാം, നമ്മുടെ മോശ അങ്ങനെ ചെറിയ സാധാരണ മനുഷ്യനൊന്നുമല്ല. ഫറവോയുടെ പുത്രിയുടെ വളർത്തുമകൻ എന്ന നിലയിലാണ് മോശ കൊട്ടാരത്തിൽ കഴിയണത്. വളരെ ആഘോഷത്തോടും ആഹ്ലാദത്തോടും കൂടെ മോശ കഴിയാൻ എല്ലാ സുഖ സൗകര്യങ്ങളും നമ്മുടെ മോശയ്ക്കുണ്ട്. എല്ലാ എന്താ പറയുക, അർഹിക്കാവുന്ന സ്വന്തമാക്കാവുന്ന സകല അനുഗ്രഹങ്ങളും മോശയ്ക്ക് നേടിയെടുക്കാം. ഫ്രീ ആണ്, സന്തോഷമായിട്ട് കഴിയാം. മോശ പക്ഷേ അതിനെ കുച്ചിഷ്ടം പോലെ കാണുകയാണ്. എല്ലാം നഷ്ടമായി തന്നെ മോശ കാണുകയാണ്. മോശയ്ക്ക് അതിനോടൊരു വലിയ പ്രതിപത്തി കാണുന്നില്ല. മോശയ്ക്ക് ലഭിക്കാമായിരുന്ന ഏറ്റവും വലിയ വിദ്യാഭ്യാസ യോഗ്യത നേടിയെടുക്കാം. ആ രാജ്യത്തിൻ്റെ ഭാവിയിൽ അധികാരിയാകാം മോശയ്ക്ക്. തന്നെയല്ല, അവിടെ ഈജിപ്റ്റ് അറിയാലോ, വലിയ നിധി ശേഖരങ്ങളൊക്കെയുള്ള സമ്പത്ത് ഏറെയുള്ള രാജ്യമാണ്. ആ ഈജിപ്തിൻ്റെ ഒക്കെ ഒരു അധികാരിയാകുക എന്നൊക്കെ പറഞ്ഞാൽ അത് എല്ലാവരുടെ ഒരു സ്വപ്നമാണ്. നടക്കുകയല്ലെങ്കിലും സ്വപ്നമൊക്കെ കാണുമായിരുന്നു മനുഷ്യർ. പക്ഷെ നമ്മുടെ മോശ അതിനൊക്കെ അർഹനായിരുന്നിട്ടും അതൊക്കെ സ്വന്തമാക്കാമായിരുന്നിട്ടും മോശ പറയാണ്, അതൊന്നും എനിക്ക് വേണ്ട, അതൊന്നുമല്ല എൻ്റെ ആവശ്യം. മോശ അതിലേക്ക് ശ്രദ്ധിക്കുന്നേ ഇല്ല. മോശ അതിനെ ഉച്ചിഷ്ടം പോലെ കാണുകയാണ്. തന്നെയല്ല, അവിടേക്കുള്ള പിരമിഡുകളിൽ ഒരെണ്ണം മോശയ്ക്ക് സ്വന്തമാവും. മോശ ആ കൊട്ടാരത്തിൽ തന്നെ നിലനിന്നാൽ. പക്ഷെ മോശ പറയുന്നു, ഇതൊന്നും നിത്യതയിലേക്ക് എന്നെ നയിക്കില്ല. നിത്യതയിൽ എൻ്റെ ദൈവത്തോടൊപ്പം ആനന്ദിക്കാൻ ഈ കൊട്ടാരവും കൊട്ടാരത്തിലെ സമ്പത്തൊന്നും എനിക്ക് സഹായമാവില്ല. അതുകൊണ്ട് മോശ അതിനെ ഉച്ചിഷ്ടം പോലെ കരുതുകയാണ്. മോശ അതിനെയൊക്കെ വേസ്റ്റ് പോലെ തള്ളിക്കളയാണ്. എനിക്ക് വേണ്ടാന്ന് എല്ലാവരും നിർബന്ധിക്കുന്നുണ്ട്. ഫറവോക്ക് അറിഞ്ഞാൽ വല്ലാത്ത പ്രശ്നമാണ്. പക്ഷെ മോശയ്ക്ക് അത് പ്രശ്നമല്ല. മോശ പറയുന്നത്, എനിക്കതൊന്നും വേണ്ട. നൈമിഷിക സുഖങ്ങൾ, ലോകം വച്ചു നീട്ടുന്ന കൊച്ചു കൊച്ചു സുഖങ്ങൾ, ലോകം വച്ചു നീട്ടുന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ധൈര്യപൂർവ്വം തൻ്റെ ഇടത്തോടെ നോ പറയാൻ
മോശ കാണിച്ച ധൈര്യം. ചില ആൾക്കാർക്ക് ഒരല്പം ബീറിൻ്റെ മുമ്പിൽ ഈ തീരുമാനം പൊട്ടിപ്പോവും. ചില മനുഷ്യർക്ക് ഒരു സിഗരറ്റിൻ്റെ മുമ്പിൽ ഈ തീരുമാനം പൊട്ടിപ്പോവും. ചില ആൾക്കാർക്ക് ഒരു കുറച്ച് സമയത്ത് ജഡത്തിൻ്റെ സുഖത്തിന് വേണ്ടി ഈ തീരുമാനം പൊട്ടിപ്പാളിസായി പോവും. ദൈവത്തോടൊപ്പം ആയിരിക്കണമെന്നും നിത്യതയിൽ എത്തണമെന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്, തീരുമാനമൊക്കെ ഉണ്ട്. പക്ഷേ ചില സമയത്ത് നൈമിഷിക സുഖങ്ങളുടെ മുൻപിൽ തോറ്റു തൊപ്പിയിട്ട് പോകുന്ന പലരെയും കണ്ടുമുട്ടിയിട്ടുണ്ട്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മോശ ഒരു വലിയ നേതാവായത് വിശ്വാസത്തിന് അനേകർക്ക്, പതിനായിരങ്ങൾക്ക്, ലക്ഷങ്ങൾക്ക് വരുന്ന ദൈവജനത്തിന് മാതൃകയായിട്ട് മോശ മാറാനുള്ള കാരണം ഒരു പ്രധാന തീരുമാനമാണ്. നമ്മുടെയൊക്കെ തീരുമാനങ്ങളല്ലേ പലപ്പോഴും വിജയത്തിലേക്ക് അല്ലെങ്കിൽ പരാജയത്തിലേക്ക് നയിച്ചിട്ടുള്ളത്. ചില തീരുമാനം, ഞാൻ കള്ളുകുടിയും, അല്ലെങ്കിൽ ഞാൻ ചീത്ത പറയും, അല്ലെങ്കിൽ ഞാൻ വഴക്കുണ്ടാക്കും, ഇങ്ങനെയുള്ള തീരുമാനങ്ങളാണല്ലോ പലപ്പോഴും നമ്മളെ പരാജയത്തിലേക്ക് കൊണ്ടുപോകുക. സത്യമല്ലേ? മോശയുടെ തീരുമാനം വളരെ അധികം നന്മയിലേക്ക് നയിക്കുന്നതായിരുന്നു. അവൻ ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരാൻ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിനങ്ങ് തീരുമാനിക്കുകയാണ്. എൻ്റെ ദൈവജനം, എൻ്റെ സഹോദരങ്ങൾ കഷ്ടപ്പെടുക, അടിമകളെപ്പോലെ അവർ പണിയെടുക്കുക, അവരിങ്ങനെ ചോര നീരാക്കിയിട്ട് കഷ്ടപ്പെടുന്ന കാണുമ്പോൾ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുകയില്ല, എനിക്ക് കൊട്ടാരത്തിൽ ഇങ്ങനെ ഇരുന്ന് സുഖിക്കാൻ പറ്റുകയില്ല. എൻ്റെ സഹോദരങ്ങൾ അവിടെ വേദനിക്കുന്ന കാണുമ്പോൾ ഞാൻ അങ്ങോട്ട് ഓടിച്ചെല്ലുകയാണ്. എങ്ങനെ ഇരിക്കാൻ പറ്റും സന്തോഷത്തോടെ? എൻ്റെ ചുറ്റുമുള്ളവരെ കിടന്ന് കരയുമ്പോൾ അവരുടെ രോദനങ്ങൾ ഇതാ ദൈവസന്നിധിയിൽ എത്താൻ തുടങ്ങി. അവർ കഷ്ടപ്പെടുമ്പോൾ ഞാൻ എങ്ങനെ ഇവിടെ സ്വസ്ഥമായിട്ട് എനിക്ക് എൻ്റെ വീട്, എനിക്ക് എൻ്റെ കൊട്ടാരം പറഞ്ഞിരിക്കാൻ പറ്റുമോ? പറ്റുകയില്ല. ഞാൻ കണ്ടിട്ടുണ്ട് അനേകം കുടുംബനാഥന്മാർ, അനേകം സഹോദരിമാർ തൻ്റെ ഉണ്ടായിരുന്ന ആ ഒരു സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ആ ഒരു ഐശ്വര്യത്തിൻ്റെ ഒക്കെ ആ ചങ്ങല അങ്ങ് പൊട്ടിച്ചിട്ട്, ആ കെട്ടങ്ങ് പൊട്ടിച്ചിട്ട് വേദനിക്കുന്നവരുടെ അരികിലേക്കൊക്കെ ഇറങ്ങിച്ചെല്ലുന്ന അനേകം സഹോദരങ്ങളെ കണ്ടുമുട്ടിയിട്ടുണ്ട്. നമ്മുടെ മോശ ഇതുപോലെ തന്നെയാണ്, ഇറങ്ങിത്തിരിക്കുകയാണ്. നൈമിഷിക സുഖങ്ങൾ സ്വന്തമാക്കാമായിരുന്നു, വേണ്ട, ഉച്ചിഷ്ടം പോലെ കരുതുക. ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു സഹോദരിയെ കണ്ടു, ഒരു സിസ്റ്ററാണ്. പരിചയപ്പെട്ടപ്പം എന്നോട് ഇങ്ങനെ പറയായിരുന്നു, MA B.Ed കഴിഞ്ഞിട്ട് സിസ്റ്ററായിട്ട് 2 കൊല്ലമായിട്ടുള്ളൂ, മിടുക്കി മോള്, നല്ലൊരു സിസ്റ്റർ. എനിക്ക് സന്തോഷം തോന്നി. സിസ്റ്റർ എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്, 2 വർഷമേ ആയുള്ളൂ ഞാൻ സിസ്റ്ററായിട്ട്, MA B.Ed ആണ്. ചോദിച്ചപ്പം പറഞ്ഞ കേട്ടോ, അല്ലാണ്ട് എന്നോട് ഇങ്ങോട്ട് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല. ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, സിസ്റ്ററെ റാങ്ക് ഹോൾഡർ ആയിരുന്നു ഞാൻ, പക്ഷേ ആ പഠനമൊക്കെ കഴിഞ്ഞിട്ട് ജോലി ചെയ്യാൻ ആരംഭിച്ചപ്പോഴാണ് നല്ല ദൈവം എനിക്കൊരു വിളി തരിക, ദൈവവിളി തരിക. എല്ലാം ഉച്ചിഷ്ടം പോലെ കരുതി. വീട്ടുകാരുടെയൊക്കെ എതിർപ്പുണ്ടായിരുന്നു, പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതിനൊക്കെ അതിജീവിച്ച് സന്തോഷമായി സന്യാസ ഭവനത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ഇന്ന് നല്ല സംതൃപ്തിയോടും സന്തോഷത്തോടും കൂടെ കഴിയുന്ന സിസ്റ്ററിനെ ഞാൻ ഓർക്കാൻ ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറയാൻ. ലോകത്തിൻ്റെ വലിയ നേട്ടങ്ങളൊക്കെ നേടിയിട്ടുള്ള ഒരുപാട് പേര് ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിൻ്റെ വഴികൾ സ്വന്തമാക്കി ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന എത്രയോ സഹോദരങ്ങൾ നമ്മുടെയൊക്കെ ഇടയിലുണ്ട്. അതുവരെയും ഈ ലോകത്തിൻ്റെ സന്തോഷങ്ങൾ, സുഖങ്ങൾ അതാണ് ഏറ്റവും വലുതെന്ന് കരുതി ജീവിച്ചിട്ട് കർത്താവിനെ മനസ്സിലാക്കുന്ന ആ സമയം മുതൽ അതുവരെ ഉണ്ടായിരുന്നത് മുഴുവൻ ഉച്ചിഷ്ടം പോലെ കരുതുകയാണ്. പൗലോസ്ലീഹ പറഞ്ഞു വെച്ചില്ലേ, ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ 3-ാമത്തെ അധ്യായം 7-ാമത്തെ തിരുവചനം, എൻ്റെ ക്രിസ്തുവിനെ പ്രതി സകലതും നഷ്ടമായിട്ട് ഞാൻ കരുതുകയാണ്. എൻ്റെ ക്രിസ്തുവിനെ പ്രതി സകലതും നഷ്ടമായി. എന്തൊക്കെ നേടാമായിരുന്നു പൗലോസ്ലീഹയ്ക്ക്? എല്ലാം നേടാമായിരുന്നു. പക്ഷെ പൗലോസ്ലീഹ പറയുന്നു, ഞാൻ ഇതിനൊക്കെ നഷ്ടമായിട്ട് കാണുകയാണ്. പൗലോസ്ലീഹയ്ക്ക് അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. പൗലോസ്ലീഹ അതിനൊക്കെ നഷ്ടമായിട്ട് കാണും. നമ്മുടെ മോശ ഇതുപോലെ തന്നെ പറയാൻ, എല്ലാം ഞാൻ നൈമിഷിക സുഖങ്ങൾ ഉപേക്ഷിക്കാൻ. വീണ്ടും മോശയുടെ ഒരു പ്രത്യേകത നമ്മൾ കാണുകയാണ്. 24-ാമത്തെ വചനത്തിൽ, ഫറവോയുടെ മകളുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് വിശ്വാസം മൂലം അവൻ നിഷേധിച്ചു. അവൻ ഈ ലോകത്തിൻ്റെ സ്വന്തം എന്ന ലേബൽ അങ്ങ് മാറ്റി. എന്നിട്ടോ ദൈവത്തിൻ്റെ സ്വന്തം ആ ലേബൽ അങ്ങ് സ്വീകരിക്കുകയാണ്. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മകനാണ്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മകളാണ്. ഈ ലോകത്തിൻ്റെ ഒരു സ്ഥാനമാനങ്ങളും ഒരു ക്വാളിഫിക്കേഷൻസും അതൊന്നും ആ പേരിൽ അറിയപ്പെടാൻ അവൻ ആഗ്രഹിച്ചതേയില്ല. ചില സഹോദരങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, യേശുവിൻ്റേതാണ് ഞാനെന്ന് പറയാൻ വലിയ ധൈര്യമാണ്. ഈശോയുടെ നാമം എവിടെയും പറയാൻ അവർക്ക് വലിയ ധൈര്യമാണ്. ഈവൻ വധഭീഷണിയുടെ മുൻപിൽ പോലും, ജീവൻ നഷ്ടപ്പെടുമെന്ന് മനസ്സിലായാൽ പോലും അവർ ഉച്ച സ്വരത്തിൽ അവർ വിളിച്ചു പറയും, യേശുവാണ് ഞങ്ങളുടെ ദൈവം, യേശുവാണ്. ചില ആൾക്കാരൊക്കെ കൊല്ലാൻ വരുന്നു എന്നൊക്കെ അറിയുമ്പോഴേക്കും ഓടിപ്പോകുന്നവരുണ്ടെങ്കിൽ, പക്ഷെ അതിന് ഇരട്ടി ജനത്തെ ഞാൻ കണ്ടിട്ടുണ്ട് യേശുവിന് വേണ്ടി, വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ജീവൻ പോലും കൊടുക്കാൻ തയ്യാറുള്ളവർ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മോശ അങ്ങനെയായിരുന്നു. ദൈവത്തിൻ്റെ സ്വന്തം എന്നറിയാൻ മോശ താല്പര്യം കാണിക്കുകയാണ്. ജനത്തിൻ്റെ അല്ല, ലോകത്തിൻ്റെ അല്ല, ദൈവത്തിൻ്റെ സ്വന്തം. മോശ ചെങ്കടലിനൊക്കെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ മോശ കരയുന്നൊക്കെയുണ്ട്, സങ്കടപ്പെടുന്നൊക്കെയുണ്ട്. പക്ഷേ മോശ കർത്താവിനോട് പറയും, എല്ലാ കാര്യവും പറയും. പുറപ്പാടിൻ്റെ പുസ്തകത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, മോശ കർത്താവിനോട് ഫേസ് ടു ഫേസ്, മുഖത്തോട് മുഖം നിന്നിട്ട് ഒത്തിരി കാര്യം സംസാരിക്കും.
എത്ര മണിക്കൂറാണ് സംസാരിക്കാന്നറിയോ? എല്ലാം പറയും, തമാശ പറയും, ചിരിക്കും, കളിക്കും, പ്രാർത്ഥിക്കും, എല്ലാ വിചാരങ്ങളും പങ്കുവയ്ക്കും. അവർ വലിയ ഫ്രണ്ട്സ് ആയിരുന്നു, കർത്താവ് മോശയും. ഈ മോശ വിശ്വാസത്തിൽ നമുക്കൊക്കെ വലിയ മാതൃകയാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കാത്ത ഒരു വ്യക്തിക്ക് വിശ്വാസത്തിന് മാതൃക കൊടുക്കാൻ പറ്റുകയില്ല. ദൈവത്തോടൊപ്പം സംസാരിക്കാൻ ഇരിക്കാത്തൊരു വ്യക്തിക്ക് വിശ്വാസത്തിൽ മാതൃക കൊടുക്കാൻ പറ്റുകയില്ല. ദൈവത്തിൻ്റെ സമയം കൊടുക്കാത്ത ഒരു കുടുംബനാഥന്, ഒരു ഭാര്യയ്ക്ക്, ഒരു ഭർത്താവിന് മാതൃക കൊടുക്കാൻ പറ്റുകയില്ല. മാതാപിതാക്കൾ ദൈവത്തോട് ചേർന്നിരിക്കുന്നില്ല എങ്കിൽ മക്കൾക്ക് വിശ്വാസം പകർന്നു കൊടുക്കാൻ പറ്റുകയില്ല. മക്കൾ ഈ മാതാപിതാക്കളെ അനുകരിക്കണമെങ്കിൽ അവരുടെ കൈവശം ധാരാളം വിശ്വാസം ഉണ്ടായിരിക്കണം. അവരുടെ കൈവശം ദൈവത്തോടുള്ള ബന്ധം ധാരാളം ഉണ്ടായിരിക്കണം. എങ്കിലേ അവരുടെ വിശ്വാസം മറ്റുള്ളവർക്ക് അനുകരിക്കാൻ സാധിക്കത്തുള്ളൂ. അവരുടെ വിശ്വാസം ദൈവസന്നിധിയിൽ സ്വീകാര്യമാക്കപ്പെടത്തുള്ളൂ. നമ്മുടെ മോശ ദൈവത്തിൻ്റെ മകൻ എന്ന ലേബലിൽ അറിയപ്പെടാൻ ഇഷ്ടപ്പെടുകയാണ്, ആഗ്രഹിക്കുകയാണ്. വീണ്ടും നമ്മൾ കാണുന്നു മൂന്നാമത്തെ കാര്യം, മോശയുടെ പ്രത്യേകതയാണ് ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങൾ ഈജിപ്തിലെ നിധികളേക്കാൾ വിലയേറിയ സമ്പത്തായി അവൻ കരുതി. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആ കാലഘട്ടത്തിൽ ഈജിപ്റ്റായിരുന്നു എല്ലാ രീതിയിലും സമ്പൽ സമൃദ്ധിയുള്ള സ്ഥലം. എല്ലാം കൊണ്ടും സമ്പത്ത് വളരെ അധികമാണ്. അവിടെയുള്ളവരെ ആ സാമ്പത്തിക മേഖലയിലൊക്കെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. വലിയ സമ്പന്നരായിരുന്നു അവിടെയുള്ളവരൊക്കെ. ഈജിപ്റ്റ് സമ്പന്ന രാഷ്ട്രമാണ്. ഈ മോശ ഇങ്ങനെയാണ് കരുതുക, ഇവിടെയുള്ള എല്ലാ സമ്പത്തിനേക്കാളും എനിക്ക് പ്രിയപ്പെട്ടത് ക്രിസ്തുവിന് വേണ്ടി സഹിക്കാൻ, ദൈവത്തിന് വേണ്ടി സഹിക്കാൻ കിട്ടുന്ന നിന്ദനങ്ങളാണ്, പീഡനങ്ങളാണ്. ഞാൻ അതിന് മുൻതൂക്കം കൊടുക്കുന്നു. ദൈവത്തിന് വേണ്ടി സഹിക്കാൻ ഞാനിത് എന്നെ തന്നെ വിട്ടുകൊടുക്കാൻ. അങ്ങ് വിട്ടുകൊടുക്കുന്ന ഒരു വലിയ നേതാവിനെ നമ്മൾ മോശയിൽ കാണുകയാണ്. സഹിക്കാൻ മനസ്സുള്ളവർ ഞാൻ കണ്ടിട്ടുണ്ട്. കുടുംബത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഭംഗിയായി നിർവഹിച്ച് കുടുംബത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി അതിനിടയിൽ ആയിരങ്ങളെ ലീഡ് ചെയ്യുന്ന, നയിക്കുന്ന വലിയ ശുശ്രൂഷകരെ കണ്ടിട്ടുണ്ട്. കുടുംബജീവിതമാണെങ്കിൽ പോലും ശക്തമായി ആത്മീയ ശുശ്രൂഷകളിൽ നേതൃത്വം കൊടുക്കുന്ന, അല്പം പോലും പുറകോട്ട് പോകാതെ കുടുംബത്തോടൊപ്പം തന്നെ അധ്വാനിക്കുന്ന അനേകം സഹോദരങ്ങളെ കണ്ടുമുട്ടിയിട്ടുണ്ട്. അപ്പോഴൊക്കെ നല്ല ദൈവത്തിന് 1000 നന്ദി പറഞ്ഞിട്ടുമുണ്ട്. ഞാൻ ഓർക്കുന്നു എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സമർപ്പിതർ, വൈദികർ മാത്രമല്ല, ഏത് ജീവിതാന്തസ്സിൽപ്പെട്ടവരാണെങ്കിലും കർത്താവിനോടൊപ്പം നിങ്ങൾ ഇറങ്ങിത്തിരിക്കാൻ തീരുമാനിക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ ആ ലേബല്, കർത്താവിൻ്റെ പ്രിയപ്പെട്ടവൾ ആ ലേബല് നിങ്ങൾക്ക് കിട്ടുകയാണ്. കർത്താവിൻ്റെ സ്വന്തം എന്ന ലേബല് കിട്ടുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ മറ്റെല്ലാറ്റിനെയും, എല്ലാ സമ്പത്തിനെയും മാറ്റിവെക്കാൻ, സൗന്ദര്യം, ആരോഗ്യം, സ്ഥാനമാനങ്ങൾ എല്ലാം മാറ്റിവെക്കാൻ നമുക്കതിനുള്ള കൃപ ലഭിക്കുകയും ചെയ്യുകയാണ്. അയർലൻഡിൽ ഒലിവർ പ്ലങ്കറ്റ് എന്ന് പറയുന്ന ഒരു ബിഷപ്പുണ്ടായിരുന്നു. വളരെ മിടുക്കനായിരുന്നു, ദൈവഭക്തിയുള്ള, ഒരുപാട് തീക്ഷ്ണതയുള്ള ഒരു മെത്രാനായിരുന്നു. മാർപ്പാപ്പ ഈ അഭിവന്ദ്യ പിതാവിനെ അയർലൻഡിലുള്ള എല്ലാ വൈദികരുടെയും ചുമതല അങ്ങ് ഏൽപ്പിക്കുകയാണ്. ചുമതല ഏറ്റെടുത്തു, തീക്ഷ്ണതയോടെ അധ്വാനം ആരംഭിച്ചു. അന്നൊന്നും വലിയ ബിഷപ്പ് ഹൗസ്, വലിയ കൊട്ടാരം പോലെ ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ഒളിവിലൊക്കെയാണ് ചിലപ്പം താമസിക്കേണ്ടി വരെ, കിടക്കാനൊന്നും ഒരു സ്ഥലവുമില്ല. അങ്ങനെ കഷ്ടപ്പെട്ട് ആദ്യത്തെ 6 മാസം കൊണ്ട് 10,000-ഓളം പേർക്കാണ് മാമോദിസ കൊടുത്തത്. പിന്നീട് അങ്ങോട്ട് ഒരു 10 വർഷം കഴിഞ്ഞപ്പോഴേക്കും അധികാരികൾ പിടിച്ചുകൊണ്ട് പോയി തല വെട്ടി കൊല്ലുകയാണ്. നിങ്ങൾക്കറിയൂ, ആ ബിഷപ്പിൻ്റെ ശിരസ് ഇപ്പോഴും അഴുകാതെ ഇരിപ്പുണ്ടെന്നാണ് പറയണത്. ഇതുവരെയും ആ ശിരസ് അഴുകിപ്പോയിട്ടില്ല. ശിരസ് മാത്രം വെട്ടിങ്ങോട്ട് അവർ മാറ്റിയായിരുന്നു, വളരെ കൂളായിട്ട്. ആ ശിരസ് ഇപ്പോഴും അഴുകാതെ ഇരിപ്പുണ്ടെന്നാണ് പറയുക. കർത്താവിന് വേണ്ടിയിട്ട് ആര് നിലകൊള്ളുന്നുവോ, ആര് കർത്താവിന് വേണ്ടിയിട്ട് ജീവൻ പോലും കൊടുക്കാൻ തയ്യാറാണോ, അവർ കർത്താവിൻ്റെ സ്വന്തമാണ്. അവർ കർത്താവിൻ്റെ സ്വന്തമാണ്. എത്രയോ പേര് എന്ത് വില കൊടുത്തും മരിക്കേണ്ടി വന്നാൽ ഞങ്ങൾ റെഡിയാണ്, നല്ല ദൈവത്തിന് വേണ്ടി. ആ തീക്ഷ്ണതയുണ്ട്. ധ്യാനം കൂടി പ്രാർത്ഥിക്കാൻ തുടങ്ങി കുറച്ച് നാളത്തേക്കല്ല, ഒരു 2 മാസത്തേക്കല്ല, 3 മാസത്തേക്കല്ല, അതിനുശേഷവും ജീവിതകാലം മുഴുവൻ കർത്താവിന് വേണ്ടിയിട്ട് എത്ര സഹിച്ചാലും, എന്നാ രോഗം വന്നാലും, എന്നാ തകർച്ചയുണ്ടായാലും, എല്ലാവരും ഇട്ടിട്ട് പോയാലും, എല്ലാവരാലും തഴയപ്പെട്ടാലും ക്രിസ്തുവിന് വേണ്ടി മുന്നോട്ട് നീങ്ങാൻ, ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങാൻ ധൈര്യമുണ്ടോ നിനക്ക്? അങ്ങനെയെങ്കിൽ ആരെയും നോക്കണ്ട, ആരുടെ അഭിപ്രായം കേൾക്കാൻ നിൽക്കണ്ട, അങ്ങ് ഇറങ്ങുക. കർത്താവിൻ്റെ സ്വരം നിന്റെ കാതുകളിൽ എപ്പോഴും ഉണ്ടോ? ധൈര്യമായിട്ട് ഇറങ്ങിക്കൊള്ളുക. മോശയെ പോലെ ആയിരങ്ങൾ നിന്നിലൂടെ ക്രിസ്തുവിൻ്റെ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് അവർ പ്രവേശിക്കുക തന്നെ ചെയ്യും, ഒരു സംശയം വേണ്ട. നമുക്ക് കാണാം മോശയുടെ അടുത്തൊരു പ്രത്യേകത. മോശ എന്ന നേതാവിൽ നമ്മൾ കാണുന്ന ഒരു വലിയ പ്രത്യേകത 27-ാമത്തെ വചനമാണ്. നമ്മൾ ഇങ്ങനെയാണ് വായിക്കുക: രാജകോപം ഭയപ്പെടാതെ വിശ്വാസത്തിൽ അവൻ ഈജിപ്റ്റ് വിട്ടു, അദൃശ്യനായവനെ ദർശിച്ചാൽ എന്ന പോലെ അവൻ സഹിച്ചു നിന്നു. രാജകോപം അവൻ ഭയപ്പെട്ടില്ലെന്ന്. അറിയാലോ, ദേഷ്യം വന്നപ്പം നമ്മുടെ മോശ, ദേഷ്യമൊക്കെ വരും, അരിശമൊക്കെ വരും, നല്ല അരിശക്കാരനായിരുന്നു. ഒരിക്കൽ അരിശം വന്നിട്ട് എന്നാ പറയുക, ഒരു ഈജിപ്തുകാരനെ ഒറ്റ അടി വെച്ച് കൊടുത്താണ്. അവൻ മരിച്ചുപോയി, അവനെ മണലിൽ താഴ്ത്തി, ആരും അറിയാണ്ട്, സൂത്രത്തിൽ. അത് വലിയ അപരാധമാണ്. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോശയ്ക്ക് പ്രശ്നമുണ്ട്. പക്ഷേ മോശ പിന്നെ അങ്ങ് കൂളായിട്ട് പോവാണ്.
പിന്നെ ഒരിക്കൽ നമ്മുടെ ദൈവജനം കാളക്കുട്ടീനെ, സ്വർണം കൊണ്ടൊക്കെ കാളക്കുട്ടീനെ ഉണ്ടാക്കിയിട്ട് ഡാൻസ് കളിച്ച കാര്യമൊക്കെ ഓർക്കുന്നില്ലേ? ആ സമയത്ത് നമ്മുടെ മോശയ്ക്ക് അരിശം വന്നിട്ട് അവരോട് പറഞ്ഞു, ഇങ്ങോട്ട് കൊണ്ടുപോകാ കാളക്കുട്ടീനെ, എല്ലാവരും കൂടെ കൊണ്ടുവന്നു, ഇടിച്ച് പൊടിക്കടാന്ന് പറഞ്ഞു. ഇടിച്ച് പൊടിച്ചു. ജ്യൂസാക്കടാ, ജ്യൂസാക്കി കുടിക്കടാ പറഞ്ഞു. എല്ലാവരെ കൊണ്ട് സ്വർണ്ണത്തിൻ്റെ ജ്യൂസൊക്കെ കുടിപ്പിച്ചു. അരിശം വന്നിട്ടാണ്. അത്രയും അരിശമുള്ളത് നമ്മുടെ മോശയാണ്. ഈ മോശ ദൈവത്തിൻ്റെ സന്നിധിയിൽ വ്യാപരിക്കുമ്പോൾ നമ്മൾ കാണുന്നു, രാജകോപം ഭയപ്പെട്ടില്ല. രാജാവ് അരിശപ്പെടുന്നു, രാജാവ് ചിലപ്പം കൊന്നുകളയുന്നു, അതൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ തന്നെയാണ്. കൊട്ടാരം ഉപേക്ഷിക്കുന്നു, ഒന്നാമത്തെ തെറ്റ്. 2 ഈജിപ്തുകാരനെ കൊല്ലുന്നു. ഈ 2 വലിയ അപരാധങ്ങൾ നിലനിൽക്കെ തന്നെ ഫറവോയുടെ കൈകളിൽ നിന്ന് ദൈവജനത്തെ മോചിപ്പിച്ച് രക്ഷിക്കാൻ കൊണ്ടുപോകാൻ, അവരെ കാനാൻ നാട്ടിലേക്ക് നേതൃത്വം വഹിച്ച് കൊണ്ടുപോവാൻ നമ്മുടെ മോശ. എത്ര വലിയ റിസ്ക് എടുക്കണത് ഒന്ന് നോക്കിയേ. എത്ര റിസ്ക് ആണത്, എത്ര ടെൻഷൻ പിടിച്ചൊരു കാര്യമാണ്. മോശയ്ക്കറിയാം, ഈ ലോകം മുഴുവൻ നേടിയാൽ മരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഇവിടെ ഇട്ടിട്ട് പോകണം. നിത്യതയിൽ ആനന്ദിക്കണമെങ്കിൽ ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റണം. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ പിറന്നു വീഴുമ്പോൾ അവനെക്കുറിച്ച് ദൈവം ഒരുക്കിയിട്ടുള്ള പദ്ധതി എന്താണെന്ന് നേരത്തെ തന്നെ കർത്താവ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ തയ്യാറാക്കിയ പദ്ധതി ഒന്ന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് ഒന്ന് ജീവിച്ചാൽ, അതൊന്ന് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്നാൽ എത്രയോ നല്ലത്, എത്രയോ നല്ലത്. നമ്മുടെ മോശ അതിന് സന്നദ്ധനായിരുന്നു. അതുകൊണ്ടാണ് മോശ നേതാവായത്. അതുകൊണ്ട് ലേഖന കർത്താവ് പറയുന്നത് വിശ്വാസത്തിൽ നമുക്ക് മാതൃകകൾ നൽകുന്നവരെ അനുകരിക്കണമെന്നൊക്കെ പറയണത്. നമ്മുടെ മോശ നമുക്ക് വലിയ മാതൃക കാണിച്ചു. രാജകോപം ഭയപ്പെടാതെ ദൈവത്തിൽ ആശ്രയിക്കുക. നമ്മൾ തുടർന്ന് വായിച്ചത് ഇങ്ങനെയാണ്: അദൃശ്യനായവനെ ദർശിച്ചാൽ എന്ന പോലെ, അദൃശ്യനായവനെ ദർശിച്ചാൽ എന്ന പോലെ അവൻ സഹിച്ചു നിന്നു. ഒരു പേടിയില്ലാണ്ട് സഹിച്ചു നിൽക്കുക. മെക്സിക്കോയിൽ 1967 രക്തസാക്ഷികളായവരാണ് ക്രിസ്റ്റബൽ, അഗസ്റ്റിൻ, 2 സഹോദരങ്ങൾ. അതിൽ ക്രിസ്റ്റബൽ എന്ന് പറയുന്ന സഹോദരൻ ഒരു സെമിനാരിയിലെ സ്പിരിച്വൽ ഫാദറായിരുന്നു, ആധ്യാത്മിക പിതാവായിരുന്നു. അഗസ്റ്റിൻ ഈ ആധ്യാത്മിക പിതാവിൻ്റെ പുത്രനായിരുന്നു അഗസ്റ്റിൻ. ഇവർ 2 പേരെയും പിടിച്ചുകൊണ്ട് പോവാണ് വധിക്കാൻ വേണ്ടിയിട്ട്. 2 പേരും സന്തോഷത്തോടെ തീരുമാനിച്ചു, യേശുവിന് വേണ്ടിയിട്ടല്ലേ, ജീവൻ കൊടുക്കാൻ തയ്യാറാണ്. സെമിനാരിയിൽ പഠിക്കുന്ന അഗസ്റ്റിൻ കൽക്കോവ എന്ന് പറയുന്ന പുത്രൻ വളരെ പ്രശ്നമുണ്ട്, വിഷമമുണ്ട്. എങ്കിലും ഈ അഗസ്റ്റിൻ ചെറിയ കൊച്ചാണെങ്കിലും ഈശോയ്ക്ക് വേണ്ടി മരിക്കാൻ, ജീവൻ കൊടുക്കാൻ തയ്യാറാണ്. ഇവർ 2 പേരെയും ഒരു മുറിയിലിട്ട് പൂട്ടി കൊല്ലുന്നതിന് മുമ്പ്. അപ്പോഴാണ് നമ്മുടെ ഈ അഗസ്റ്റിൻ എന്ന മകൻ കൊല്ലാൻ കൊണ്ടുവരുന്ന ആ യന്ത്രം കാണുന്നത്. അയ്യോ, പേടിച്ചു പോയി. അതുവരെ ഉണ്ടായിരുന്ന ധൈര്യമൊക്കെ ചോർന്നു പോയി. അതുവരെ ഞാൻ മരിക്കും എന്നൊക്കെ പറഞ്ഞിരുന്ന മകൻ പെട്ടെന്ന് ഈ യന്ത്രം കണ്ടതോടുകൂടി അവൻ അങ്ങ് പകച്ചുപോയി, പേടിച്ചുപോയി. അഗസ്റ്റിൻ പേടിക്കുന്ന കണ്ടപ്പം ക്രിസ്റ്റബൽ എന്നുള്ള നമ്മുടെ സ്പിരിച്വൽ ഫാദർ, ആധ്യാത്മിക പിതാവ്, ഈ അഗസ്റ്റിനെ അങ്ങ് ചേർത്ത് പിടിക്കുകയാണ്. ചേർത്ത് പിടിച്ചിട്ട് ഒറ്റ വാചകം ഇങ്ങനെ പറഞ്ഞു: അഗസ്റ്റിൻ, നീ പേടിച്ചു പോയോ? എന്തിനാ പേടിക്കണത്? ഒരു 2-3 മിനിറ്റ് നേരം കൊണ്ട് അവർ നമ്മളെ കൊല്ലും. ആ ഒരു 2-3 മിനിറ്റ് സഹിച്ചാൽ പോരെ? അത് കഴിഞ്ഞാൽ നമ്മൾ സ്വർഗത്തിലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെ ഇല്ല, നമ്മൾ സ്വർഗത്തിലാണ്. നമ്മൾ 2 പേരും സ്വർഗത്തിലാണ്. എന്തിനാ നീ പേടിക്കണത്? ധൈര്യമായിട്ടിരിക്കുക, ഈശോ നമ്മുടെ കൂടെയുണ്ട്. അഗസ്റ്റിന് ധൈര്യമായി. ഏതാനും സമയത്തിനുള്ളിൽ 2 പേരും വധിക്കപ്പെടുകയാണ്. അവർ 2 പേരും സ്വർഗത്തിലാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ എന്തൊക്കെ നേടിയാലും, എത്ര സമ്പാദ്യം ഉണ്ടാക്കി വെച്ചാലും, കർത്താവ് വിളിച്ചാൽ ആ സെക്കൻഡിൽ പോകണം. പിന്നെ ആവട്ടെ കേട്ടോ, ആലോചിക്കട്ടെ കേട്ടോ, ഒരു 2 ദിവസം ഒരുങ്ങിയിട്ട് വരാട്ടോ, ഒന്ന് കുമ്പസാരിക്കട്ടെ കേട്ടോ, നടക്കുകയല്ല. വിളിച്ചാൽ ആ സമയം എൻ്റെ പ്രിയമുള്ളവരെ, അല്പം പോലും പിന്നീടാകട്ടെ, നാളെ ആകട്ടെ, 2 ദിവസം കഴിയട്ടെ, പറഞ്ഞേക്കല്ലേ. കർത്താവിൻ്റെ കൂടെ നിൽക്കാൻ, കർത്താവിനെ ഓർക്കാൻ, കർത്താവിനെ സ്നേഹിക്കാൻ, കർത്താവിന് വേണ്ടി സമയം കൊടുക്കാൻ നീ തീരുമാനിക്കുന്നുവെങ്കിൽ അതിന്ന് തന്നെ പിന്നീടാകട്ടെ എന്ന് പറഞ്ഞേക്കല്ല്. അത് പിന്നെ ഒരു അവസരം കിട്ടട്ടെ എന്ന് പറഞ്ഞേക്കല്ല്, എല്ലാ കാര്യങ്ങളും തീരട്ടെ എന്ന് പറഞ്ഞേക്കല്ല്. അത് കർത്താവിന് കൊടുക്കാൻ നീ മനസ്സാകുന്നുവെങ്കിൽ എത്രയും വേഗം കർത്താവിന് നിന്നെ തന്നെ സമർപ്പിച്ചു കൊടുക്കുക. മോശ നമുക്ക് വലിയൊരു നേതാവാണ്. എല്ലാ രീതിയിലും ഓരോ കുടുംബവും, അനേകം കുടുംബങ്ങൾക്ക് മാതൃക കൊടുക്കേണ്ടതാണ്. ഓരോ വൈദികനും, ഓരോ സമർപ്പിതയും അനേകർക്ക് മാതൃക കൊടുക്കേണ്ടവരാണ്. നമ്മുടെ ഓരോ വാക്കും, നമ്മുടെ ഓരോ പെരുമാറ്റവും, നമ്മുടെ ജീവിത രീതികളൊക്കെ അനേകർക്ക് മാതൃകകളാകേണ്ടതാണ്. ഒരിക്കൽ പോലും നമ്മളെ കണ്ടിട്ട് ഒരാളും പാപത്തിലേക്ക് പോകല്ല. നമ്മുടെ ഒരു പെരുമാറ്റം കൊണ്ട്, നമ്മുടെ ഒരു വാക്കുകൊണ്ട് മറ്റൊരാളും ദൈവത്തെ വേദനിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറാൻ ഇടയാകല്ല. കർത്താവ് നമ്മളെ ഓർത്ത് എപ്പോഴും സന്തോഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തണം. നമ്മളെ കാണുമ്പോൾ കർത്താവിന് സന്തോഷിക്കാൻ പറ്റണം. നമ്മളെ ഓർക്കുമ്പോൾ നമ്മുടെ പേര് കർത്താവിൻ്റെ മനസ്സിൽ വരുമ്പോൾ തന്നെ, കൊള്ളാം, എൻ്റെ മോൻ മിടുക്കനാ,
എൻ്റെ മോള് മിടുക്കിയ. അവൻ കഷ്ടപ്പാട് സഹിച്ചിട്ടാണെങ്കിലും അവൾ വേദനകൾ ഏറ്റെടുത്തിട്ടാണെങ്കിലും അവൾ എൻ്റെ കൂടെയുണ്ട്. അവൾ എന്നെ മറന്നിട്ടില്ല, അവൾ എന്നെ ഇട്ടിട്ട് പോയിട്ടില്ല, പറ്റുകയില്ല എന്ന് പറഞ്ഞിട്ടില്ല. മോശയൊക്കെ ഓർത്തോക്ക്, ചെങ്കടലിൻ്റെയൊക്കെ മുമ്പിൽ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്, വേദനിച്ചിട്ടുണ്ട്, ടെൻഷൻ പിടിച്ചിട്ടുണ്ട്. പക്ഷേ മോശ ഇട്ടിട്ട് പോയില്ല, കർത്താവിനെ വിട്ട് പോയില്ല, കർത്താവിൻ്റെ ഒപ്പം നിന്നു, കർത്താവിനെ മുറുകെ പിടിച്ചു. എനിക്ക് ആരുമില്ല കേട്ടോ, കർത്താവെ നീ മാത്രമേ ഉള്ളൂ. മുറുകെ പിടിച്ചു. ആവേശത്തോടെ മുന്നോട്ട് നീങ്ങാൻ ഒരു നിമിഷം പോലും നഷ്ടപ്പെടുത്തിയിട്ടില്ല. പലപ്പോഴും ഞാൻ ഓർത്തിട്ടുണ്ട്, ദൈവമേ ഇത്രയും വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് കുറേ വർഷങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ, പോട്ടെ വർഷങ്ങൾ പോട്ടെ, ഒരു ദിവസമെങ്കിലൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ അത് എത്രയോ വലിയൊരു നഷ്ടമാണ്. എത്ര വലിയ നഷ്ടം. ഒരു ദിവസം പോലും നഷ്ടപ്പെട്ടു പോയി. എനിക്ക് എൻ്റെ ഈശോയെ സ്നേഹിക്കാൻ മറന്നുപോയി. എൻ്റെ ഇത്രയും വർഷം 25 കൊല്ലത്തെ ജീവിതം, 50 കൊല്ലത്തെ ജീവിതം നഷ്ടപ്പെട്ടു പോയി. എനിക്കൊന്നും കർത്താവിന് വേണ്ടി ചെയ്യാൻ പറ്റിയില്ല. പറഞ്ഞേക്കല്ല് അങ്ങനെ ഒരു പറയേണ്ട അവസ്ഥ ഉണ്ടാകല്ല്. ഒരു ദിവസം, ഒരു നിമിഷം, ഒരു മണിക്കൂർ, അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ആയുസ് എത്ര നാളത്തേക്ക് ഉണ്ടെന്ന് അറിയത്തില്ല. നിത്യതയിലെത്തുവോളം കഠിനാധ്വാനം കാഴ്ചവെക്കാൻ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ വിശ്വാസത്തിന് മാതൃക പങ്കുവെച്ചു കൊടുത്ത് അനേകരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ സഹോദരി നിനക്ക് കടമയുണ്ട്. മറന്നേക്കല്ല്. കർത്താവിൻ്റെ വഴിയിലൂടെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. നല്ല ദൈവം അതിനാവശ്യമായ എല്ലാ കൃപാവരങ്ങളും തന്ന് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ജീവൻ കൊടുത്തും കർത്താവിൻ്റെ വഴിയിലൂടെ നമുക്ക് നടന്നു നീങ്ങാം. ഹെബ്രായർക്കുള്ള ലേഖനം 13-ാമത്തെ അധ്യായം 7-ാമത്തെ വചനം ഒന്നുകൂടെ നമുക്ക് ശ്രവിക്കാം. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച നിങ്ങളുടെ നേതാക്കന്മാരെ ഓർക്കുവിൻ. അവരുടെ ജീവിതചര്യയുടെ ഫലം കണക്കിലെടുത്ത് അവരുടെ വിശ്വാസം അനുകരിക്കുവിൻ. ഒട്ടനവധി വിശ്വാസം പങ്കുവെച്ച നേതാക്കന്മാർ നമ്മുടെ ഇടയിലുണ്ട്. അവരെ അനുകരിച്ചാൽ നമ്മൾ നേതാക്കന്മാരായി. എല്ലാവരും മൈക്കെടുത്ത് പ്രസംഗിക്കണമെന്നില്ല. എല്ലാവരും ധ്യാന ഹാളിൽ വന്ന്, കൺവെൻഷൻ പന്തലിൽ വന്ന് മൈക്കെടുത്ത് പ്രസംഗിക്കാൻ കർത്താവ് ആവശ്യപ്പെടുകയല്ല, അതിനുള്ള അവസരമില്ല. പക്ഷേ ആയിരിക്കുന്ന ഇടങ്ങളിൽ, ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ കൊച്ചു അധ്വാനങ്ങളിലൂടെ നല്ല ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമുക്ക് പരിശ്രമിക്കാം. നല്ല ഈശോ സമൃദ്ധമായി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഈ ലോകത്തിൻ്റെ സന്തോഷങ്ങളെയും ഈ ലോകത്തിൻ്റെ നേട്ടങ്ങളെയും ഉച്ഛിഷ്ടം പോലെ കരുതാൻ, മാറ്റിവെക്കാൻ ഞങ്ങളെ സഹായിക്കണേ. എല്ലാ സമയവും ദൈവത്തെ മഹത്വപ്പെടുത്താൻ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ, ലോകത്തിന് മുഴുവൻ മാതൃകകളായിട്ട് മാറാൻ, അനേകരെ നേതാക്കന്മാരാക്കാൻ, അനേകരെ കൃപയുടെ നിറവുള്ളവരാക്കി മാറ്റാൻ ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.